ഹലോ, ഒന്നൊരു ഈസിയായി വെണ്ടയ്ക്ക കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പം വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ചട്ടിയിലോട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് ഒരു തണ്ട് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു തണ്ട് 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി വഴന്നു വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു സവാളയാണേ, ഒരു സവാള കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പം സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വഴന്ന് വരട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഉണക്കമുളകാണ് യൂസ് ചെയ്യുന്നത്. പച്ചമുളക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഒരു നുള്ളു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഒത്തിരി ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര ചേർക്കുന്നു. ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല ആയാലും മതിയേ. എന്നിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി, ഇതൊരു ചെറിയ തക്കാളിയാണ്, അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. കാരണം നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നുണ്ട്, അപ്പോൾ വലിയ തക്കാളിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്ത് ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നന്നായി തിളച്ച് വരുന്ന സമയത്തേക്കും ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. അങ്ങനെ അരിഞ്ഞ് വഴറ്റി വെച്ച വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് നന്നായി തിളച്ച് സെറ്റാവട്ടെ. തിളച്ച് സെറ്റായി കഴിയുമ്പോൾ ചെറിയൊരു പൊടിക്കായി കൂടെ ചേർക്കാനുണ്ട്. അത് ലേശം ജാഗരിയാണ് കേട്ടോ. അതിൻ്റെ കണക്ക് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് അങ്ങനെ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.